ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERT 6ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചു, ജീവൻ്റെ ചെപ്പുകൾ. ഇന്ന് പഠിക്കുന്നത് മാറ്റത്തിൻ്റെ പൊരുൾ. മാറ്റം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഊർജ മാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. PSC പരീക്ഷയിൽ കുറേയേറെ ചോദ്യങ്ങൾ ഇപ്പോൾ SCERT ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിൽ തന്നെ സയൻസിൻ്റെ ചോദ്യങ്ങൾ കൂടുതലും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കൂ. പണ്ട് നമുക്ക് മനഃപ്പാഠമാക്കി പഠിച്ചാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്, ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഊർജം നമുക്കറിയാം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പകല് നമ്മൾ സൂര്യപ്രകാശം, സൂര്യൻ്റെ ഊർജം ഉപയോഗിക്കുന്നു. പ്രകാശം ഒരു ഊർജ രൂപമാണ്. ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ താപോർജം ഉപയോഗിക്കുന്നു. താപം ഒരു ഊർജ രൂപമാണ്. പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഊർജത്തെയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അതിൽ നിറയ്ക്കണം. അതിൻ്റെ അർത്ഥം ആ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് വാഹനങ്ങൾ പ്രവർത്തിക്കാനായി ഉപയോഗിക്കുന്നത്. തുണി ഉണങ്ങുന്ന അവസ്ഥ, അവിടെ സൂര്യനിൽ നിന്നുള്ള താപോർജം ഉപയോഗിക്കും, അതുപോലെ കാറ്റിൻ്റെ ഊർജവും ഉപയോഗിക്കും. ബൾബുകൾ പ്രകാശിക്കാൻ നമുക്ക് ബാറ്ററിയിലെ രാസോർജം ഉപയോഗിച്ചും ബൾബുകൾ പ്രകാശിപ്പിക്കാം, വൈദ്യുതോർജം ഉപയോഗിച്ചും ബൾബുകൾ പ്രകാശിക്കാം. ഈ ഓരോ ഊർജ രൂപങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലും ഈ ഊർജം, ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വാഹനങ്ങളെടുത്ത് അതിൻ്റെ മോട്ടറിലെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. തുണി ഉണങ്ങുന്ന സന്ദർഭങ്ങളിലും ഇത് ഓരോ കാര്യത്തിലും ഊർജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നു, വൈദ്യുതോർജം ഉപയോഗിക്കുന്നു, ശബ്ദോർജം ഉണ്ടാകുന്നു. ബൾബ് പ്രകാശിക്കുന്നു. നമുക്കറിയാം, ബൾബ് പ്രകാശിക്കാൻ ബൾബ് ഒന്ന് ഓഫ് ചെയ്ത് സ്വല്പം കഴിഞ്ഞ് നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു ചൂട് അനുഭവപ്പെടും. ബൾബ് പ്രകാശിക്കുമ്പോൾ താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്. അതിലെ പ്രകാശോർജം മാത്രമാണ് നമുക്ക് ആവശ്യം. വൈദ്യുതി താപോർജവും പ്രകാശോർജവുമായി മാറുന്നതാണ് ബൾബിൽ. ഇങ്ങനെ വിവിധ ഊർജ രൂപങ്ങൾ. ടോർച്ച് പ്രകാശിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. പ്രകാശോർജം ഉണ്ടാകും, ചെറിയ തോതിൽ താപോർജവും ഉണ്ടാകും. അതിൽ പ്രകാശോർജം നമ്മൾ ഉപയോഗപ്പെടുത്തും, താപോർജം നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കും. ഈ രീതിയിലാണ് പല സന്ദർഭങ്ങളിലും താഴെ തന്നിരിക്കുന്നതിൽ ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ ഉപയോഗിക്കാത്തതും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അടുപ്പി വിറക് കത്തുന്നു. അവിടെ പ്രകാശോർജവും ഉണ്ടാകും, കത്തുമ്പോൾ താപോർജവും ഉണ്ടാകും, പക്ഷെ നമുക്ക് ആവശ്യം അവിടെ താപോർജമാണ്. ഇങ്ങനെ ഊർജം ഒരു രൂപത്തിൽ നിന്ന് എപ്പോഴും മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഊർജത്തെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ല, നശിപ്പിക്കുവാനും നമുക്ക് സാധിക്കില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഊർജ സംരക്ഷണ നിയമം. എപ്പോഴും ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. യാന്ത്രികോർജം നമുക്കറിയാം, വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഊർജമോ ഉപയോഗിച്ച് എൻജിൻ പ്രവർത്തിക്കാനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കാനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള ഊർജത്തെയാണ് യാന്ത്രികോർജം എന്ന് വിളിക്കുന്നത്. വാഹനങ്ങളൊക്കെ ചലിക്കുന്നത് യാന്ത്രികോർജം ഉപയോഗിച്ചിട്ടാണ്. അടുത്തത് രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം നമുക്കറിയാം, ചെടികൾ ഭക്ഷണം പാകം ചെയ്യാൻ സൗരോർജം ഉപയോഗിക്കുന്നു. ആ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റും. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറകുകൾ കത്തിക്കുമ്പോൾ സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഈ രാസോർജമാണ് നമുക്ക് താപോർജമായിട്ട് മാറ്റിക്കിട്ടുന്നത്. അപ്പോൾ രാസോർജത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം വഴിയാണ്
സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത്. അപ്പോൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റി ചെടികൾ സൂക്ഷിക്കുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ആഹാര പദാർത്ഥം നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിൽ രാസോർജം വരും. അതാണ് നമ്മൾ മറ്റു ഊർജങ്ങളായിട്ട് മാറ്റുന്നത്. വിറക് കത്തുമ്പോഴും ഈ രാസോർജം തന്നെയാണ് താപോർജമായിട്ട് മാറുന്നത്. സോളാർ കാർ, സൗരോർജം ഉപയോഗിച്ചോടുന്ന കാർ. പെട്രോൾ കാർ, നമുക്കറിയാം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന കാർ. സൂര്യനിൽ നിന്ന് സസ്യങ്ങളും ജീവികൾക്കും ഒക്കെ ഊർജം ലഭിക്കുന്നു. അത് ഫോസിൽ ഇന്ധനമായി മാറുന്നു. അത് കൽക്കരി, പെട്രോളിയം, അങ്ങനെ പല പദാർത്ഥങ്ങളായിട്ട് മാറുന്നു. ഓരോ ഘട്ടത്തിലെയും ഊർജ്ജമാറ്റം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബൾബ് കത്തിക്കുമ്പോൾ വൈദ്യുതോർജം പ്രകാശവും താപവുമായി മാറുന്നു. വെള്ളമെടുക്കാനായി മോട്ടോർ പ്രവർത്തിക്കുന്നു. അവിടെ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറും. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു. അതിനകത്ത് രാസമാണ് ഉള്ളത്. രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറും. മിക്സി പ്രവർത്തിപ്പിക്കുന്നു, മിക്കവാറും വൈദ്യുതിയിലാണ്. അപ്പോൾ വൈദ്യുതോർജം ശബ്ദോർജവുമാകും, വൈദ്യുതോർജം യാന്ത്രികോർജവുമാകും, ശബ്ദോർജവുമാകും. റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു. ഒന്നുകിൽ വൈദ്യുതോർജമാണ്, അല്ലെ ബാറ്ററി ഇട്ടാണെങ്കിൽ രാസോർജം. അത് ശബ്ദോർജമായിട്ട് മാറുന്നു. അങ്ങനെ വിവിധ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇന്ധനം കത്തുമ്പോൾ രാസോർജം ഉണ്ടാകുന്നു. അത് വെച്ചിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, ജനറേറ്റർ പ്രവർത്തിക്കാൻ യാന്ത്രികോർജമുണ്ടാകും, ശബ്ദോർജമുണ്ടാകും. ഈ ശബ്ദോർജം അവിടെ പ്രയോജനപ്പെടുത്തുന്നില്ല, താപോർജവും അവിടെ പ്രയോജനപ്പെടുത്തുന്നില്ല. യാന്ത്രികോർജമാണ് അവിടെ പ്രയോജനപ്പെടുത്തുക. ആ യാന്ത്രികോർജം ഉപയോഗിച്ച് മിക്സി പ്രവർത്തിക്കും, ഫാൻ കറങ്ങും, ബൾബ് കത്തും. ഫാൻ കറങ്ങുമ്പോൾ യാന്ത്രികോർജം ഉണ്ടാകുന്നുണ്ട്. ഫാൻ കറങ്ങുമ്പോൾ മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദമുണ്ടാകും, താപമുണ്ടാകും. യാന്ത്രികോർജമുണ്ടാകും, ശബ്ദോർജമുണ്ടാകും. ശബ്ദം നമുക്ക് വേണ്ട. അതിൻ്റെ യാന്ത്രികോർജം ഉപയോഗിച്ച് മോട്ടോർ കറങ്ങി നമുക്ക് അരച്ച് കിട്ടിയാൽ മതി. ഇതുപോലെ തന്നെയാണ് ബൾബ് കത്തുമ്പോഴും പ്രകാശവും താപവും ഉണ്ടാകും. താപം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല, പ്രകാശം നമ്മൾ പ്രയോജനപ്പെടുത്തും. ഈ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഐസ് ഉരുകുന്നത് ഊർജം ഉപയോഗിച്ചിട്ടാണ്. ഖരം, ദ്രാവകം, വാതകം, 3 അവസ്ഥകളുണ്ട്. ഇതിലേറ്റവും ഊർജം കുറഞ്ഞ അവസ്ഥയാണ് ഖരം. ഈ ഖരത്തിന് ഊർജം കൊടുക്കുക, അതായത് താപം കൊടുക്കുമ്പോൾ അത് ദ്രാവകമാകുന്നു. ദ്രാവകത്തിന് വീണ്ടും താപം കൊടുക്കുമ്പോൾ അത് നീരാവി അഥവാ വാതകമായി മാറുന്നു. അവസ്ഥാമാറ്റം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. വസ്തുക്കൾ വേണ്ട രീതിയിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകും. താപോർജം സ്വീകരിക്കുമ്പോൾ ഖരത്തിൽ നിന്ന് ദ്രാവകം മാറും, ദ്രാവകത്തിൽ നിന്ന് വാതകം മാറും. തിരിച്ച് ഊർജം പുറത്തേക്ക് വിടുമ്പോൾ വാതകാവസ്ഥയിലുള്ള വസ്തു ദ്രാവകമാറും, ദ്രാവകാവസ്ഥയിലുള്ള വസ്തു ഖരാവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെയാണ് അവസ്ഥാമാറ്റങ്ങൾ. ഐസ് കട്ട താപം സ്വീകരിക്കുമ്പോൾ താപം എടുക്കുമ്പോൾ ഐസ് കട്ട വെള്ളമാകും. വെള്ളം വീണ്ടും താപം സ്വീകരിക്കുമ്പോൾ നീരാവിയാകും. താപം പുറത്തു വിടുമ്പോൾ നീരാവി വെള്ളമാകും, വെള്ളം ഐസ് കട്ടയാകും. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഊർജ മാറ്റങ്ങൾ. ആ ഊർജമാറ്റത്തിലൂടെയാണ് അവസ്ഥാമാറ്റങ്ങൾ, ഖരം, ദ്രാവകം, വാതകം എന്ന അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഊർജമുള്ള അവസ്ഥ വാതകാവസ്ഥ, ഏറ്റവും കുറഞ്ഞ ഊർജമുള്ള അവസ്ഥ ഖരാവസ്ഥ. അത് രണ്ടും ഓർത്തിരിക്കണം. അവസ്ഥാമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്: ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ ഉരുകും, ഖരം മാറി ദ്രാവകമാകും. പച്ചക്കറി മുറിക്കുന്നു, ചെറിയ കഷ്ണങ്ങളാകും. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ ഉരുകിയ നെയ്യെ തണുപ്പിച്ചാൽ ഉറച്ച നെയ്യാക്കാൻ പറ്റും. പച്ചക്കറി മുറിച്ചു കഷ്ണങ്ങളാക്കി, കഷ്ണങ്ങൾ ഒട്ടിച്ച് പച്ചക്കറിയാക്കാൻ ഒക്കത്തില്ല. പേപ്പർ കീറി ചെറിയ കഷ്ണങ്ങളാക്കി പേപ്പറിനെ ചേർത്ത് ഒട്ടിക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ
ചില മാറ്റങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ചില മാറ്റങ്ങൾ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിലുണ്ടാകുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നത്, ഉരുകുന്നത്, പൊട്ടുന്നത്, കീറുന്നത്. പേപ്പർ കീറി പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചേർത്ത് വെച്ചൊട്ടിക്കാം. ഇതെല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങളിൽ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. പച്ചക്കറിയെ നമുക്ക് പച്ചക്കറിയാക്കാൻ ഒക്കത്തില്ലെങ്കിലും ചേർത്ത് വെച്ച് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ രൂപത്തിലെ, അവസ്ഥയിലെ, വലിപ്പത്തിൽ ഈ ഭൗതിക ഗുണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഭൗതിക മാറ്റം. ഇത് സ്ഥിരമല്ല. ഇതിന് മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷേ ചില മാറ്റങ്ങൾ, പഞ്ചസാര ചൂടാക്കി ഉരുക്കി പഞ്ചസാര ലായനിയാക്കുന്നു, നിറം മാറും, മണം മാറും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഊർജത്തെ സ്വീകരിച്ചാണ് മാറ്റമുണ്ടാകുന്നത്. പക്ഷേ ആ മാറ്റത്തിൽ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, സ്ഥിരമായ മാറ്റമാണ്. അങ്ങനെയുള്ള മാറ്റത്തെ വിളിക്കുന്ന പേരാണ് രാസമാറ്റം. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനം, അതിനെ വിളിക്കുന്ന പേരാണ് രാസമാറ്റം. രാസമാറ്റം പലതരത്തിലുണ്ട്. ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു, അതൊരു രാസമാറ്റമാണ്. വസ്ത്രങ്ങൾ വെയിലേറ്റിട്ട് നിറം മങ്ങുന്നത് രാസമാറ്റമാണ്. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു, മാങ്ങ പഴുക്കുന്നു. ഇവയെല്ലാം രാസമാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നിത്യജീവിതത്തിൽ ഒരുപാട് ഭൗതിക മാറ്റങ്ങളുണ്ട്, രാസമാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങളും ചോദിക്കാം. ആ സംശയം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നന്നായി പഠിക്കുക. എപ്പോഴും SCERT പാഠഭാഗങ്ങൾ PSCയുടെ എല്ലാ പരീക്ഷകൾക്കും ആവശ്യമാണ്. അപ്പോൾ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ SCERT പാഠഭാഗത്തിൻ്റെ ക്ലാസ് യൂട്യൂബിൽ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രയോജനപ്പെടുമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.